നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ വർഗീയ പ്രസംഗത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുവാൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് DGPയുടെ നിർദ്ദേശം. തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് നൽകിയ പരാതിയിലാണ് നടപടി. കേരളത്തിന്റെ സമാധാന സാമൂഹ്യ അന്തരീക്ഷം തകർത്ത് നാട്ടിൽ സാമുദായിക സംഘടനമുണ്ടാക്കുവാനാണ് മുൻ MPയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിന്റെ ഭർത്താവുമായ എ വിജയരാഘവൻ ശ്രമിക്കുന്നതെന്നും മുസ്ലിം ന്യൂനപക്ഷത്തെ ഒന്നടങ്കം വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം വയനാട്ടിൽ നടത്തിയ പ്രസംഗത്തിലുള്ളതെന്നും യൂത്ത് ലീഗ് പരാതിയിൽ പറയുന്നു. ഒരു സമൂഹത്തെയും സമുദായത്തെയും മുഴുവൻ വർഗീയവാദികളാക്കി ഇദ്ദേഹം നിരന്തരം പ്രസ്താവനകൾ നടത്താറുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കുന്ന കേരള നാട്ടിലെ ജനങ്ങളെ മതം തിരിച്ച് ചിന്തിപ്പിച്ച് അതിലൂടെ വർഗീയ കലാപത്തിനാണ് വിജയരാഘവൻ ശ്രമിക്കുന്നതെന്നും ഇത് തടയൽ അനിവാര്യമാണെന്നും തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. CPM നേതാവ് വിജയരാഘവൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ വർഗീയവാദികളായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇതിനെതിരെ DGPക്ക് കഴിഞ്ഞ ദിവസം മുസ്ലിം യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് DGP കൈമാറിയെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിജയരാഘവൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗത്തെ പൂർണ്ണമായും വർഗീയവാദികളാക്കി ചിത്രീകരിക്കാനുള്ള നടപടിയാണ്. ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്നതാണ്. അവിടെ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ചെയ്ത് ഹിന്ദു മുസ്ലിം സംഘർഷത്തിനാണ് ഈ വിജയരാഘവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഈ ഇടതുപക്ഷം ഈയിടെയായി RSSകാർ പോലും നടത്താൻ മടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ CPMൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ആണ് ലവ് ജിഹാദ് എന്നുള്ള പദം തന്നെ പ്രയോഗിച്ചത് VS അച്യുതാനന്ദനായിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ പെറ്റുപെരുകി മുസ്ലിം രാജ്യമാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള പ്രസ്താവനയും നടത്തിയത് അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. ആ തരത്തിൽ CPM നിരന്തരം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഈ തരത്തിൽ ചിത്രീകരിക്കലുണ്ട്. അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന വിജയരാഘവൻ ഇന്ന് നടത്തിയ പ്രസ്താവന നാളെ RSS ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ, അതായത് ഒരു കമ്മ്യൂണൽ ഡിവൈഡിന് ശ്രമിച്ച കലാപാഹ്വാനത്തിന് എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ 154A പ്രകാരം കേസെടുക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് DGPക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. MPമാരായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് വർഗീയവാദികളാലാണെന്ന പ്രസ്താവന ഭൂരിപക്ഷ വർഗീയവാദികളെ തൃപ്തിപ്പെടുത്താനാണെന്നും കേരളത്തിൽ ഹിന്ദു മുസ്ലിം കലാപം സൃഷ്ടിക്കുവാനുള്ള എ വിജയരാഘവന്റെ ശ്രമത്തിനെതിരെ കലാപാഹനത്തിനും സാമുദായിക സ്പർദ്ധ വളർത്തിയതിനും വ്യാജ പ്രചരണത്തിനും കേസെടുക്കണമെന്നുമാണ് DGPക്ക് നൽകിയ പരാതിയിൽ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.